സംസ്ഥാന കായികമേളയുടെ ആദ്യ ദിനം പാലക്കാടൻ കുതിപ്പാണ്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ഈ പാലക്കാടൻ ടീമാണ്. 4 സ്വർണം 3 വെള്ളി 1 വെങ്കലം. അതായത് ആദ്യം നടന്ന 4 ഇവന്റിലും പാലക്കാടിന്റെ കുതിപ്പ്, പാലക്കാടിന് സ്വർണം. മുണ്ടൂർ സ്കൂളിന്റെ അധ്യാപകരുണ്ട്, പറളി സ്കൂളിന്റെ പരിശീലകരുണ്ട്, എല്ലാവരും ഉണ്ട്. എങ്ങനെ പാലക്കാടിന്റെ ഈ ഒരു കുതിപ്പ് എങ്ങനെയാണ് കാണുന്നത്? കാരണം ഞാൻ 30 വർഷം സ്കൂളിൽ സർവീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ 30 വർഷത്തിൻ്റെ സർവീസിനിടയിൽ ഇന്നേ വരെ ഈ പറയുന്ന ലോങ് ഡിസ്റ്റൻസിൻ്റെ ആദ്യ 4 കാറ്റഗറികളിലും സ്വർണം വാങ്ങിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. നമ്മുടെ മുണ്ടൂരിലെ കുട്ടികളായാലും പറളിയിലെ കുട്ടികളായാലും വലിയ രീതിയിലുള്ള മത്സരത്തിലൂടെ നല്ല മത്സരം കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് സ്വർണ്ണ മെഡലും വെള്ളിയും വെങ്കലും ഒക്കെ നേടിയത്. അതിൽ നമ്മുടെ മുണ്ടൂരും പറളിയിൽ ചിറ്റൂരിലെയും നമ്മുടെ പനങ്ങാട്ടിരി സ്കൂളിലെ കുട്ടികളൊക്കെ വലിയ പ്രകടനം കാഴ്ചവെച്ചു. കാരണം ഇതെല്ലാം പാലക്കാട് ജില്ലയ്ക്ക് ഇനി വരുന്ന ഇവൻറ്റുകളിലേക്ക് വലിയ രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള പ്രചോദനം കൂടിയാണ് ഈ കുട്ടികളുടെ 4 സ്വർണം എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം മീഡിയ കൊടുക്കുന്ന അത്രയും വലിയ അറ്റൻഷൻ, അവർക്ക് ഇതുപോലുള്ള വലിയ റിസൾട്ട് ഉണ്ടാക്കണം, എനിക്ക് ഇതുപോലെ മീഡിയാസിൽ വരണം എന്നുള്ള വലിയ പ്രശസ്തിയും പേരും ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ വലിയ പ്രശസ്തിയും പേരും ഉണ്ടാക്കി തരുന്ന മീഡിയാസിൻ്റെ ഈ സംവിധാനം തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം. അതിലൂടെ ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് നമ്മുടെ കായിക രംഗമൊക്കെ. പക്ഷേ അതൊക്കെ അതിജീവിച്ച് പോകാൻ നിങ്ങൾ കൊടുക്കുന്ന ഈ വലിയ പ്രോത്സാഹനം ഉണ്ടല്ലോ, അത് നമുക്ക് വലിയ കായിക കരുത്തായി മാറുമെന്നുള്ള തർക്കമേ ഇല്ല. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പാലക്കാട് ജില്ല, നമ്മുടെ ഇന്ന് മലപ്പുറം ജില്ലയാണ് കഴിഞ്ഞ വർഷം ചാമ്പ്യന്മാരായത്. ആ ജില്ലയിൽ നിന്നും നമ്മൾ ആ വലിയ ട്രോഫി ഞങ്ങൾ തിരിച്ചു പിടിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. എല്ലാവരും മലപ്പുറം നല്ല ടീം തന്നെയാണെങ്കിൽ പോലും ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ പാലക്കാട് ജില്ലയ്ക്ക് കായിക കിരീടം കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ്. ഈ ആദ്യ ദിനമാണ്, ഇനി ദിവസങ്ങൾ ബാക്കിയുണ്ട്. മുണ്ടൂരും പറളിയും കൂടി മേള ഇങ്ങ് തൂക്കുവാണോ? കുട്ടികൾ മാക്സിമം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ പാലക്കാട് ജില്ലയ്ക്ക് കപ്പ് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഇന്ന് ആദ്യത്തെ 4 ഇവൻറ്റിലും സ്വർണം പാലക്കാടിന് കിട്ടി. തീർച്ചയായും ഇത് മറ്റു കുട്ടികൾക്ക് കൂടുതൽ പ്രചോദനമായി നല്ല റിസൾട്ടുകൾ ഇനിയും പാലക്കാടിന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. പ്രത്യേകിച്ച് മീഡിയ അറ്റൻഷൻ നൽകുന്ന ഒരു പ്രോത്സാഹനം വലിയൊരു ഘടകമാണ്. അത് തീർച്ചയായും മറ്റു കുട്ടികൾക്ക് അത് കൂടുതൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ഈ പാലക്കാട് ഒരു സബ് ഡിസ്ട്രിക്ട് നടക്കും പോലെ ഈ മേളയിലെ ആദ്യ 4 മത്സരങ്ങളും എന്നൊരു കമന്റ് വന്നിരുന്നു. ഞങ്ങൾ രണ്ടുപേരും 4 ഗോൾഡും ഇപ്പോൾ ഈ 3000 4 ഗോൾഡും പറളി സബ് ജില്ലയിലാണ്. ഞങ്ങൾ രണ്ടും അടുത്തടുത്ത സ്കൂളുകളാണ്. 4 ഗോൾഡും പറളി സബ് ജില്ലയിൽ ഒന്നും കൂടി സന്തോഷം കൂട്ടുന്നു. ഇതിൻ്റെ ഒരു വാശി മീറൊക്കെ കൂടി തന്നെ എല്ലാവരും മത്സരിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു എല്ലാവരും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ മെഡൽ വരുന്നത് എല്ലാവരും. അതായത് ഇപ്പൊ പറളി സബ് ജില്ല മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ, പാലക്കാട് ജില്ല ഇനി ബാക്കിയാണ്. തീർച്ചയായും. കാരണം ഇപ്പം മെഡൽ വന്നിട്ടുള്ള എല്ലാവരും പറളി സബ് ജില്ലയാണ്. സബ് ജില്ലയ്ക്ക് തന്നെ ഇതൊരു വലിയൊരു എന്താ പറയുക, ഒരു നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പ്രത്യേകിച്ച് 2 മുണ്ടൂർ ഹൈസ്കൂളും പറളി ഹൈസ്കൂളും ഒരേ സബ് ജില്ല ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊരു സഹോദരന്മാരെ പോലെയാണ്. അതുപോലെ കുട്ടികളും അതുപോലെ തന്നെയാണ്. പക്ഷേ മത്സരത്തിൽ ആ മത്സരവീര്യം കാണിച്ച് നമ്മളെ സബ് ജില്ലയ്ക്കും നമ്മുടെ സ്കൂളുകൾക്കും മെഡൽ വാങ്ങിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് നല്ല രീതിയിൽ കുട്ടികൾ നിർവഹിക്കുന്നുണ്ട്. അതാണല്ലോ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി പാലക്കാട് ജില്ല വരാനുണ്ട്, സംബളമാണ് നടന്നത് അല്ലേ? അപ്പോൾ ഇനിയുള്ള മത്സരങ്ങൾ എങ്ങനെ? തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ പറളി സബ് ജില്ല എന്ന് പറയുന്നത് ഞങ്ങൾ മുണ്ടൂരും പറളിയും പോലുള്ള ഒരു വലിയ ടീമാണ്. ഞങ്ങൾ സബ് ജില്ല മുതൽ നമ്മൾ കോമ്പറ്റീഷൻ ആരംഭിക്കുകയാണ്. കുട്ടികൾ തമ്മിലുള്ള മത്സരങ്ങൾ അത് ജില്ലയ്ക്കായാലും സ്റ്റേറ്റിലും അതുപോലെയൊക്കെയാണ്. എന്തായാലും അവിടുന്ന് നമ്മൾ വരുന്ന സമയത്ത് AEO പ്രത്യേകം വിളിച്ചു പറഞ്ഞു എല്ലാവർക്കും വിജയാശംസ നേടണം, നല്ല രീതിയിൽ നമ്മൾ മുന്നേറി വരണമെന്നുള്ള അവരുടെ വാക്കുകളൊക്കെ നമുക്ക് കിട്ടാവുന്ന വലിയ പ്രോത്സാഹനമാണ്. എന്തായാലും പാലക്കാട് ജില്ല വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കും എന്നുള്ളതിൽ ഏറ്റവും വലിയ സൂചനയാണ് ഈ 4 ദീർഘദൂര ഇനങ്ങളിലും സ്വർണം വെള്ളിയും വെങ്കലും ഒക്കെ വാങ്ങിച്ച ഈ കുട്ടികൾ തന്നെയാണ്. അവർക്ക് എല്ലാവർക്കും പ്രോത്സാഹനം. അവരെ പരിശീലിപ്പിച്ച് നമ്മൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം അതിൻ്റെ വലിയ വിജയങ്ങൾ തന്നെയാണ്. ഈ കുട്ടികളെല്ലാവരും ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. വലിയ നേട്ടമാണ് നേടിയിരിക്കുന്നത്. പാലക്കാട് ചരിത്രത്തിലെ ഏറ്റവും മികച്ച തുടക്കം. ഇനിയാണ് ഈ തുടക്കത്തിന് കുറി തൊട്ട ആള്. എങ്ങനെ തോന്നുന്നു? സന്തോഷം. വലിയ നേട്ടമാണ്. ചെറിയ പ്രായത്തിൽ ആദർശാണ് ഏറ്റവും ഒടുവിലായി സ്വർണം നേടിയ ആൾ. സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം മറ്റ് സ്വർണ്ണ നേട്ടം ഉള്ള ആളുകളുണ്ട്. എന്താണ് പറയാനുള്ളത്? സന്തോഷമുണ്ട് സ്വർണം നേടിയതിൽ. ഷബീർ ആ മത്സരത്തിൽ വെള്ളി നേടി. രണ്ടുപേരും ഒരേ സ്കൂളിൽ നിന്ന് ഒരേ പരിശീലകർക്ക് കീഴിൽ ഒരുമിച്ച് ഓടിയ ആളുകൾ. സന്തോഷമുണ്ട്. അതൊന്നും പറയാനില്ല. എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് മെഡൽ ഇപ്രാവശ്യം കൊണ്ടുവന്നതിൽ സന്തോഷം. ചെറിയ തുടക്കമല്ല ജില്ലക്ക് നൽകിയിരിക്കുന്നത്. സെക്കൻഡ് നേടി നല്ല സന്തോഷം. ഇനി ഇവന്റുകൾ ബാക്കിയുണ്ടോ? ഉണ്ട്, 1500 ഉണ്ട് നാളേക്ക്.
ഈ നിൽക്കുന്ന എല്ലാവർക്കും ഇനിയും മത്സരങ്ങൾ ബാക്കിയുണ്ട്. ഇപ്പോൾ പാലക്കാട് ജില്ല ഇപ്പോൾ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു സബ് ഡിസ്ട്രിക്ട് മാത്രമാണ്, 2 സ്കൂളുകൾ മാത്രമാണ് എന്നുള്ളതാണ്. ഇനി ജില്ല ബാക്കിയാണ്. അപ്പോൾ മീറ്റ് പുരോഗമിക്കുമ്പോൾ ജില്ല അവരുടെ ആ പ്രതാപകാലത്തേക്ക് തിരിച്ചെത്തി കൈവിട്ട കിരീടം തിരിച്ചു പിടിക്കും എന്നുള്ളത് തന്നെയാണ്. ക്യാമറ പേഴ്സൺ ജാഫറിനൊപ്പം മാഹിൻ ജാഫറിനൊപ്പം റാഫി കരീം, 24.